നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. യു ബിലീവ് ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒന്ന് വിശ്വസിക്കലല്ല, ഇറ്റ്സ് എ മൈൻഡ് സെറ്റാണ്. നമ്മളൊരു കാര്യത്തെയും മനസ്സിൽ ഉറപ്പിക്കുകയും നമ്മൾ അതിനെ വിശ്വസിക്കുകയും അതായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് യു റിയലി വാണ്ട്. സെക്കൻഡ് തിങ്, യു ഷുഡ് ഫീൽ ലൈക്ക് യു ഓൾറെഡി ഗോട്ട് ഇറ്റ്. തേർഡ് തിങ് എന്ന് പറയുന്നത്, യു ഷുഡ് ആക്ട്, ഫീൽ ആൻഡ് ലിവ് ലൈക്ക് യുവർ ഡ്രീം ഹാസ് കം ട്രൂ. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ആസ് യു തിങ്ക് സോ ഷാൽ യു ബിക്കം എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, കൂടുതലായിട്ട് നമ്മൾ എന്ത് കാര്യത്തിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദാറ്റ് വിൽ ബിക്കം ദ ട്രൂത്ത്. ഇഫ് യു തിങ്ക് അബൻഡൻസ്, യു അട്രാക്ട് അബൻഡൻസ്. ഇഫ് യു തിങ്ക് ലവ്, യു അട്രാക്ട് ലവ്. ഇഫ് യു തിങ്ക് ഫിയർ, യു അട്രാക്ട് ബ്ലോക്സ്. സോ അവെയർനെസ് ഈസ് ദ കീ. നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ അട്രാക്ട് ഗുഡ് തിങ്സ്. നമ്മൾ എന്ത് കാര്യത്തിനാണോ കൂടുതൽ ഭയപ്പെടുന്നത്, ആ കാര്യം നമ്മുടെ ലൈഫിൽ ബ്ലോക്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. മേ ബി ആ ഭയപ്പെടുന്ന കാര്യം ക്യാൻ ഹാപ്പൻ. നമ്മൾ എന്ത് കാര്യത്തിനാണോ കൂടുതലായിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്, ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അബൻഡൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇൻ മാനിഫെസ്റ്റേഷൻ. യുവർ ലൈഫ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഇന്നർ വേൾഡ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, നമ്മൾ അത് നടത്തിയെടുക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ ബിക്കോസ് ഐ എം എ ഡാൻസർ, എനിക്ക് എപ്പോഴും ഡാൻസ് സ്കൂൾ ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതെങ്ങനെ നടക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഐ റോട്ട് ഇറ്റ്, ഐ visualized it. I started praying with faith, and slowly but steadily the universe started responding to it, and it happened. ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു സ്കൂൾ നടത്തുക, കുറേ കുട്ടികൾ വരിക, ഞാൻ ക്ലാസ് എടുക്കുക, ഡാൻസ് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയത് അത്യാവശ്യം നല്ലൊരു സ്കൂളായിരുന്നു. ഐ ബിക്കെയിം ദി പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ. അപ്പം വേറെ ടീച്ചേഴ്സിനെ വെച്ചു, അവർ ക്ലാസ്സൊക്കെ എടുക്കുന്നു. ഞാൻ നിരന്തരം പേരൻസുമായിട്ട് മീറ്റ് ചെയ്യുമായിരുന്നു. ഒരു ടീച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. പിന്നെ ഞാൻ കുട്ടികൾക്ക് അഭിനയ ക്ലാസ് എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് സ്ട്രെങ്ത്തും നല്ല പേരും, അങ്ങനെ നല്ലൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ നടക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്, ഓൾറെഡി നടന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കാര്യം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി നടന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും ചിന്തിക്കേണ്ടതും. നമ്മൾ അതിലായിരിക്കണം ജീവിക്കുന്നത്. അങ്ങനെ നടന്നു എന്ന രീതിയിലായിരിക്കണം. അപ്പോൾ എന്താ പറയുക, ആ ഒരു വൈബ്രേഷൻ വിൽ ഗോ ടു ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ദിസ് ഇസ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. സോ യു ബിലീവ് ഇറ്റ് ആൻഡ് യു വാക്ക് വിത്ത് ഇറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, യൂണിവേഴ്സ് വിൽ നെവർ ഗിവ് അപ്പ് ഓൺ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങളുള്ളത് അതിൽ ട്രൂലി വിശ്വസിക്കുക. ഞാൻ പറഞ്ഞതുപോലെ 100% നമ്മൾ അതിൽ വിശ്വസിക്കണം. നമ്മൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒട്ടും കൺഫ്യൂസ്ഡ് അല്ലാണ്ട് നല്ല ഉറപ്പോടുകൂടി എന്ത് കാര്യത്തെയാണോ വിശ്വസിക്കുന്നത്, നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ അതിനെപ്പറ്റി എഴുതുക, നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നടന്നതുപോലെ നമ്മൾ ജീവിച്ചു തുടങ്ങുക, സംസാരിച്ച് തുടങ്ങുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് വൺ ഫൈൻ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തട്ടെ. Let's all rise together. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.